ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ അനേക ആഴ്ചകൾ ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ഈ രീതിയിൽ കൂടി വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് ജീവിതസാക്ഷ്യം, വചനസാക്ഷ്യം, സൗമ്യത, സഹിഷ്ണുത എന്നീ 4 ക്വാളിറ്റീസ് സാമൂഹ്യ തലത്തിൽ എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കുമെന്നുള്ള വിഷയമാണ്. ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തുടക്കം മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് അയവിറക്കിക്കൊണ്ട് നമുക്ക് അവസാനം വന്ന് ഇത് ക്ലോസ് ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവഭക്തി എന്ന വിഷയമാണല്ലോ കഴിഞ്ഞ 30 ക്ലാസ്സുകൾ, ഈ ക്ലാസ് അടക്കം 31 ക്ലാസ്സുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭക്തി എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തോടുള്ള ഭയം ദൈവം ഭയങ്കരനായതുകൊണ്ടല്ല, മറിച്ച് ദൈവം ശ്രേഷ്ഠനായതുകൊണ്ടാണ്. അവൻ്റെ മഹത്വം നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് അവനോട് ജനിക്കുന്ന ഭയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭയം എന്നുള്ളത്. അതിൻ്റെ കുറച്ചുകൂടെ വിസ്താരമായിട്ട് നാം ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ദിവ്യത്വം, വിശുദ്ധി, അതുപോലെ തൻ്റെ സർവാധികാരം, തൻ്റെ തേജസ്, തൻ്റെ മഹിമ, തൻ്റെ നീതി, ഇങ്ങനെയുള്ള തൻ്റെ എല്ലാ ക്വാളിറ്റീസും നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നോട് നമുക്കൊരു ആരാധനാ മനോഭാവം ജനിക്കും. തന്നെപ്പോലെ ആയിത്തീരുന്നത് നമ്മുടെ ആഗ്രഹമായിട്ട് തീരും. അതാണ് ദൈവഭക്തി. അതിന് ഏറ്റവും പ്രകടമായിട്ട് നമ്മുടെ മുൻപാകെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ദൈവം വെളിപ്പെടുത്തി തന്നത്, വരച്ചു തന്നത്. അവനിലൂടെ ദൈവം തൻ്റെ ദിവ്യ സ്വഭാവങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുത്രനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അതാണ് ദൈവഭക്തിയുടെ പ്രായോഗികമായിരിക്കുന്ന അർത്ഥമെന്ന് നമ്മൾ കാണുകയുണ്ടായി. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ദൈവഭക്തി എന്തുകൊണ്ട് അനിവാര്യമാണ്, എന്തുകൊണ്ട് ഒഴിച്ചുകൂടാനാവാത്തതാണ്. വിശ്വാസത്തിൽ ആരംഭിക്കുന്ന നമ്മുടെ യാത്ര വിശ്വാസത്തിലാണ് നാം അവസാനിപ്പിക്കുന്നത്. വിശ്വാസത്താലാണ് നാം ഇവിടെ നിന്നും കടന്ന് പോകേണ്ടത്. അങ്ങനെയാണല്ലോ പഴയ നിയമസ്ഥന്മാരൊക്കെ വിശ്വാസത്താൽ എടുക്കപ്പെട്ടു. വിശ്വാസത്താലാണ് ഇവിടുന്ന് പോകേണ്ടത്. അതുവരെയും നമ്മൾ ഈ ഭൂമിയിൽ നിലനിർത്തുവാൻ, കർത്താവിന് പ്രസാദമുള്ള രീതിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, പ്രാധാന്യമർഹിക്കുന്ന വിഷയം ദൈവഭക്തിയാണ്. ദൈവഭക്തന്മാർക്കാണത് സാധ്യമായി തീരുക. ഭക്തൻ്റെ മരണം അത് യഹോവയുടെ സന്നിധിയിൽ വിലയേറിയതാണ്. ഭക്തൻ്റെ മരണം, ഭക്തനെയാണ് ദൈവം ആ രീതിയിൽ അനുഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ലൊരു ഡീപ്പാർച്ചർ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഭക്തിയോടെ ജീവിക്കുമ്പോഴാണ്. ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭ്യമാകുന്നത്, മരണക്കിടക്കയിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഭക്തരായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ, ഞാൻ നല്ല പോർപ്പൊരി, നല്ല ഓട്ടം തികച്ചു, ഇനി അടുത്ത ഫേസിലേക്ക് കടക്കാൻ തയ്യാറാ. ഈ പ്രിപ്പറേഷൻ നമ്മൾക്കുണ്ടാകുന്നത് ദൈവഭക്തരായിട്ട് ജീവിക്കുമ്പോഴാണ്. അതാണ് എന്തുകൊണ്ട് ദൈവഭക്തി ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. ദൈവഭക്തന്മാരല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചാൽ മരണക്കിടക്ക നമുക്കൊരിക്കലും ഒരു സന്തോഷത്തിൻ്റെ കിടക്കയായിട്ട് തീരുകയില്ല. മറിച്ച് അത് നമ്മെ ടോർമെൻ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. ടോർമെൻ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. നമ്മുടെ ചിന്തകളിൽ പഴയതൊക്കെയും കടന്നു വന്ന് നമ്മൾ വല്ലാതെ അസ്വസ്ഥരായി എല്ലാ വേദനയും സഹിച്ചതിന് ശേഷം, ആ വിശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം ഇവിടുന്ന് കടന്നു പോകേണ്ടി വരും. അതൊരിക്കലും അഭികാമ്യമല്ല. അതുകൊണ്ട് ഭക്തരായിട്ട് ഈ ഭൂമിയിൽ നാം ജീവിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് ദൈവഭക്തിയുടെ അനുഗ്രഹങ്ങൾ എന്ന വിഷയമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കും. ഭക്തരായിട്ട് ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ നന്മ അതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും, അത് നമ്മൾ അറിയും. അതിനേക്കാളും മികച്ച ഒരു അനുഭവം നമുക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമായി തീരുകയില്ല. ദൈവം നമ്മെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കും. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നൽകും. നമ്മുടെ പ്രാണനെ ദൈവം സംരക്ഷിക്കും. അതുപോലെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. കരുണയും സഹായവും സമാധാനവും സന്തോഷവും ബഹുമാനവും ദൈവം നമ്മൾക്ക് നൽകും. നീതിയോടെ നമുക്ക് പ്രതിഫലം നൽകും. നല്ല കുടുംബത്തെ നൽകും. മാത്രമല്ല, ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. തൻ്റെ ഭക്തന്മാർക്കാണ് ദൈവം തൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുക. തൻ്റെ ഭക്തന്മാർക്കാണ് ദൈവം തൻ്റെ വചനത്തിലെ പ്രകാശനങ്ങളെ നൽകുക. കാരണം വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. വിശ്വസ്തന്മാരെയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ എന്തെങ്കിലും കപ്പാസിറ്റിയെ അല്ല, നമ്മുടെ ഓറേഷൻ കപ്പാസിറ്റി, നമ്മുടെ വാക്ക് വൈഭവത്തെയോ അതുപോലെ നമ്മളുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള വിവരത്തെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ആവശ്യം ദൈവത്തെ ഭയപ്പെടുന്ന ഹൃദയമുള്ള ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യനെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകുവാനും
നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരു ദാവീദ് ഇടയബാലനെയാണ് ദൈവം ഇസ്രായേലിലെ ഏറ്റവും മികച്ച രാജാവായിട്ട് തീർത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും നടക്കുകയില്ല. ദാറ്റ്സ് ഇമ്പോസിബിൾ ഇൻ എനി ഹ്യൂമൻ മെഷർ. മാനുഷികമായ പരിഗണന വെച്ച് അത് നടക്കില്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി അവനില്ല, അതിനുള്ളതായിരിക്കുന്ന ട്രെയിനിങ് കിട്ടിയിട്ടില്ല, അതിനുള്ള നോളജ് തനിക്കില്ല, ലോക കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തനിക്കറിയില്ല. പക്ഷേ ദാവീദാണ് ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച രാജാവായിട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുള്ളത്. അത് നിമിത്തം അവന് ദൈവം ഒരു കുടുംബത്തെ കൊടുത്തു. ദാവീദിന്റെ ദൈവത്തെ കെടുത്താതിരിക്കാൻ ദൈവം യഹൂദ ഏറ്റവും മോശമായിട്ട് അവർ ജീവിച്ചപ്പോഴും ദാവീദ് നിമിത്തം എന്നവിടെ എഴുതിയിട്ടുണ്ട്. ദാവീദ് നിമിത്തം ഒരു രാജാവിനെ അവിടെ ശേഷിപ്പിച്ചു. മാത്രമല്ല, ദാവീദിലൂടെ ലോകത്തെ ദൈവം അനുഗ്രഹിച്ചു. അവന്റെ സന്തതിക്ക് ദൈവം നിത്യരാജത്വം കൊടുത്തു കർത്താവായ യേശു ക്രിസ്തുവിൽ. ആ ദാവീദിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നമ്മെ തീർത്തുമെന്ന് മാത്രമല്ല, അവനോടുകൂടെ നിത്യത വാഴുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദാവീദിന്റെ ആ ചെറിയ മനുഷ്യനെ, ഏറ്റവും നിസാരനെന്ന് അവന്റെ കുടുംബത്തിൽ പോലും പരിഗണിച്ച ആ ചെറിയ മനുഷ്യനെയാണ് ദൈവം ഉയർത്തിയത്. ഞാനത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഭക്തന്മാരായിട്ട് നാം ജീവിച്ചാൽ ദൈവത്തിന് നമ്മൾ ഏത് എക്സ്റ്റെൻഡ് വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യമേ അല്ല. കാരണം നമ്മുടെ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്. അവനാവശ്യം വിശ്വസ്തന്മാരായ മനുഷ്യരെയാണ്. അതുകൊണ്ട് നമ്മൾ ഭക്തന്മാരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ദൈവഭക്തിയുടെ മർമ്മം ആരാണ്, അല്ലെങ്കിൽ ദൈവഭക്തി എന്നാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവഭക്തിയുടെ മർമ്മം ആരാണ്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചു. ദൈവഭക്തിയുടെ മർമ്മം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിലൂടെയാണ് ദൈവഭക്തി ലോകത്തിന് ദൈവം വെളിപ്പെടുത്തി തന്നത്. എന്താണ് ഒരു ഭക്തനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായി പിക്ചറൈസ് ചെയ്തത്, വെളിപ്പെടുത്തി തന്നത്, വരച്ചു കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം. ഇന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി ദൈവമക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദൈവമക്കൾ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പദ്ധതി. ആ പദ്ധതിയുടെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മൾ വീണ്ടെടുത്തതിൻ്റെ പിറകിലുള്ള ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ, തൻ്റെ പുത്രനോട് അനുരൂപരാക്കി തീർക്കണം. വേറെ ഒരു ഉദ്ദേശവും കർത്താവിനില്ല. എന്താ കാരണം? ഈ ഭൂമിയെ സ്ഥാപിച്ചിട്ട് ദൈവവചനപ്രകാരം 6000 to 7000 years ആയിട്ടുള്ളൂ. അതിൻ്റെ പ്രസക്തി എന്താ? ഞാനത് ഒന്നുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാം. ഭൂമിയെ ദൈവം ഉണ്ടാക്കിയപ്പോഴാണ് ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്പേസും മാറ്ററും ടൈമും ഉണ്ടാക്കിയത് അപ്പോഴാണ് ദൈവം. അതിനു മുമ്പ് എന്തായിരുന്നു എന്ന് ഊഹിക്കാൻ നമുക്ക് കഴിവില്ല. കാരണം അങ്ങനെ ഒന്നിനും ഊഹിക്കാനുള്ള പ്രാപ്തി നമുക്ക് ഇല്ല. ഈ വസ്തുക്കളും ഈ ടൈമും സ്പേസും ഇല്ലാത്ത, സമയവും സ്ഥലവും ഇല്ലാത്ത ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു നിത്യതയിലായിരുന്നു ദൈവം നിലനിന്നിരുന്നത്. എന്നാൽ അതിൻ്റെ ആരംഭമായിട്ടാണ് സ്പേസും ടൈമും മാറ്ററും ദൈവം ഉണ്ടാക്കി, ഭൂമിയെ ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ മെഗാ പ്രൊജക്റ്റിൻ്റെ ആരംഭമാണിത്. ഇനി വരാനുള്ള ലോകത്തെ ദൈവം നമ്മുടെ കൈകളിലേക്ക് തരാൻ പോവുകയാണ്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കി വിശ്വസ്തന്മാരായിരിക്കുന്നവരുടെ കൈകളിലേക്ക് ഇനിയുള്ള ഭാവി ലോകത്തെ കർത്താവ് നൽകാൻ പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈ കീഴെ നമ്മൾ അവൻ്റെ സേവകന്മാരായി, അഥവാ അവനെ ആരാധിച്ചുകൊണ്ട് ഇനി നിത്യത കഴിക്കാൻ പോവുകയാണ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഞാനൊന്ന് ഓർക്കുകയാണ് ഇത് വായിക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ. കാരണം ഈ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് നമ്മയാണ്. പക്ഷേ ഒരു ഉത്തരവാദിത്വം അവിടെയുണ്ട്. അവനെ പോലെ ആയി തീരേണ്ടത് ആവശ്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അവിടെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. ദാറ്റ് ഈസ് അവർ എക്സാം. അതാണ് നമ്മുടെ പരീക്ഷ. കർത്താവിൻ്റെ മുമ്പാകെ നാം നിൽക്കേണ്ട ഒരു ദിവസം വരും. അന്ന് നമ്മളുടെ സകല പ്രവൃത്തികളെയും കർത്താവ് ശോധന ചെയ്യും. നാം എത്രമാത്രം അവനോട് അനുരൂപരായിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ ദൈവം നൽകാനായിട്ട് പോകുന്നത്. ഈ ഭൂമിയിൽ സമർപ്പണമില്ലാത്ത ജീവിതം കഴിച്ചിട്ട് നിത്യതയിൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തം കിട്ടുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ.
അനീതിയുള്ളവൻ ഇനിയും അഴുക്ക് ആടട്ടെ, ഞാൻ വരുന്നു, എല്ലാവർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രതിഫലം ഇരിക്കുന്നത് പ്രവൃത്തിക്ക് തക്കവണ്ണമാണ്. നിത്യജീവൻ കർത്താവിൻ്റെ ദാനമാണ്. പ്രതിഫലം പ്രവൃത്തിക്ക് തക്കവണ്ണമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്ന ഒരു ജീവിതം നമ്മൾ കഴിക്കരുത്. ദിസ് ഈസ് എ ടൈം ടു ഹാർവെസ്റ്റ് ഫോർ ഇറ്റേണിറ്റി. ഇന്ന് നമ്മൾ കൊയ്ത്ത് നടത്തേണ്ട സമയമാണ് നിത്യതയ്ക്ക് വേണ്ടി. അതിന് നമ്മെ സഹായിക്കുന്നത് ഭക്തരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവമക്കൾ എന്നുള്ള ഈ പരമപ്രധാനമായ പദ്ധതി നമ്മിൽ അംഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ജാഗ്രതയുള്ളവരായി ജീവിക്കുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വസ്തുത. അതിന് ദൈവം നമുക്ക് തന്ന മാതൃകയാണ് കർത്താവായ യേശു ക്രിസ്തു. അവനാണ് ദൈവഭക്തിയുടെ മർമ്മം, അവനാണ് ദൈവഭക്തിയുടെ മഹത്വവും, എക്സലൻസ് ഓഫ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയുടെ അളവ് മനുഷ്യർക്ക് അളക്കാവുന്നതല്ല, അത് ദൈവത്തിനാണ് അളക്കുവാൻ കഴിയുള്ളൂ. ദൈവഭക്തിയുടെ ആത്യന്തിക ലക്ഷ്യം ഞാൻ പറഞ്ഞതുപോലെ നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പാടിയ പാട്ട് വളരെ അർത്ഥവത്തായിരുന്നു. എന്താണ്? ദൂതവൃന്ദം ആകവേ, അല്ലേ? ആ ദൂതന്മാരുടെയൊക്കെ മധ്യത്തിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് പ്രതിഫലം വാങ്ങുന്ന നാളുകളെ ഒന്ന് ഓർത്ത് നോക്കണം. എത്രയോ മനോഹരമായിരിക്കും. പക്ഷേ ഇന്ന് ഉറങ്ങിയും സമയം വൃഥാ കളഞ്ഞും ജീവിച്ചാൽ എത്രയോ നമ്മൾ ബുദ്ധിമോശമാണ് കാണിക്കുന്നത്, അല്ലേ? നമ്മൾ എത്രയോ എന്താ പറയുക, അതിന് ഞാൻ എങ്ങനെ പറയട്ടെ, കൊയ്ത്ത് കാലത്ത് കയ്യും കെട്ടി കിടക്കുന്ന ഒരുത്തൻ്റെ അവസ്ഥ എന്താണ്? കൊയ്ത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവൻ ഇരക്കും. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ ഇരക്കും, കിട്ടില്ല ഒന്നും എന്ന് പറഞ്ഞതിൻ്റെ ആശയം കൊയ്ത്ത് കാലത്ത് ചെയ്യേണ്ടത് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ അവൻ അറുക്കുന്ന കാലത്ത് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കൈ നീട്ടിയാലൊന്നും കിട്ടുകയില്ല. ഇതാണ് ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ചതി. അതെന്താണെന്ന് ചോദിച്ചാൽ ശീതവുമല്ല ഉഷ്ണവുമല്ല, ശീതോഷ്ണവാന്മാരാണ്. വലിയ തണുപ്പുമില്ല, എന്നാൽ വലിയ ചൂടുമില്ല. ഇതിൻ്റെ മധ്യേ കൂടെ ഒരു പോക്കാണ് ഇങ്ങനെ. എൻ്റെ പ്രിയമുള്ളവർ, ഇതൊന്ന് മാറ്റാൻ നമ്മെ ദൈവഭക്തി സഹായിക്കും. ദൈവഭക്തിയിൽ ക്രിസ്തീയ സഭകൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവഭക്തി ദൈവസഭകളിൽ പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ വളരെയധികം ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവഭക്തി എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പൂർവ്വകാല പരാജയങ്ങൾ നമ്മൾ വിലയിരുത്തുകയും മാനസാന്തരപ്പെട്ട് അവയെ ഉപേക്ഷിക്കുകയും കർത്താവിനായിട്ട് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും വേണം. ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഇനിയുള്ള എൻ്റെ ജീവിതം ഇനി ഞാൻ പഴയ പോലെ ജീവിക്കുകയില്ല, ഇനി കർത്താവിന് വേണ്ടി മതി ലോകത്തിന് വേണ്ടി കരുതിയത് എന്നുള്ള ഒരു സമർപ്പണം നമ്മളിൽ ഉണ്ടാകണം. പഴയ തോൽവികളെക്കുറിച്ച് നാം റിഗ്രറ്റ് ചെയ്യണം, മാത്രമല്ല റിപ്പൻറ്റ് ചെയ്യണം. ഇനി ഞാൻ ആ പാതയിലേക്ക് പോവുകയില്ല. മൂന്നാമത് റിനൗൺസ് ചെയ്യണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവയെ തള്ളിപ്പറയണം. എനിക്കതിനോട് യാതൊരു ബന്ധവും ഇനിയില്ല. നാലാമത് നമ്മെ തന്നെ പുനർസമർപ്പണം ചെയ്യണം. കർത്താവിൻ്റെ കർത്തൃത്വത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ വന്ന നമ്മുടെ ക്ഷതങ്ങൾ, കുറവുകൾ പരിഹരിക്കുവാൻ, അതിനെ ഹീൽ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ നമ്മൾ ജാഗ്രതയോടുകൂടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കണം, നമ്മെ തന്നെ ഹീൽ ചെയ്യണം. അങ്ങനെ നമ്മൾ നല്ല പാത്രങ്ങളായി ദൈവത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടുമ്പോൾ നമ്മുടെ യജമാനന് നമ്മെ ഉപയോഗിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. അതിൻ്റെ തെളിവാണ് ഞാൻ. അതെന്താ നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കർത്തൃത്വത്തെ ശരിയായി മാനിക്കാത്ത നാളുകൾ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തോൽവിയുടെ ഒരു അധ്യായമായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ മനസ്സ് വെച്ചപ്പോൾ അവൻ എന്നെ ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അതാ ഞാൻ മുന്നേ പറഞ്ഞത്, ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്, കഴിവുള്ളവരെയല്ല. കഴിവൊക്കെ ദൈവം തന്നോളൂ. അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കണം. ദൈവഭക്തിയുടെ ആചരണത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. 5 തലങ്ങളിൽ അത് നമ്മൾ ചെയ്യണം. 1 വ്യക്തിപരം, 2 കുടുംബം, 3 സഭ, 4 സമൂഹം, 5 നിയമം. ഈ 5 തലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ നമ്മൾ വെളിപ്പെടുത്തണം.
എന്നുള്ളത് നമ്മൾ പഠിക്കുകയുണ്ടായി. 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ പ്രാർത്ഥനാ നിരതരായിരിക്കണം, നമ്മൾ വചനം നന്നായി പഠിക്കുന്നവരായിരിക്കണം, വചനാസ്പദമായിട്ടുള്ള വിശ്വാസവും പ്രത്യാശയുമുള്ളവരായിട്ട് നാം ജീവിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ നീതിയുള്ളവനായിരിക്കണം, ഭക്തനായിരിക്കണം. രണ്ടാമത് നമ്മൾ കണ്ടത്, എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം കടന്ന് വരണം. ദൈവത്തെ പോലെ സ്നേഹിക്കുവാൻ, പരിധികളില്ലാത്ത നിസ്സീമമായ ദൈവസ്നേഹം പകർത്തുവാൻ, മുൻവിധികളില്ലാതെ, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നോക്കാതെ, വേണ്ടി വരുന്ന ചെലവ് നോക്കാതെ, മറ്റുള്ളവരുടെ പ്രതികരണം നോക്കാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ദൈവസ്നേഹം, ഔദാര്യം കാണിക്കണം. മൂന്നാമത്, ദൈവത്തെ പോലെ നമ്മൾ സേവനം ചെയ്യുന്നവർ ആയിരിക്കണം. ദൈവം തൻ്റെ സൂര്യനെ നീതിമാന്മാരുടെ മേലും ദുഷ്ടന്റെ മേലും ഉദിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് അതൊന്നും ചെയ്യുന്നതിന് പ്രയാസമില്ല. ദൈവം അവിശ്വാസികൾക്ക് മക്കളെ നൽകുന്നുണ്ട്, അവരുടെ കുടുംബത്തെ പുലർത്തുന്നുണ്ട്. ദൈവം സേവിക്കുന്നവനാണ്. മൂന്നാമത് നമ്മൾ കണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഭക്തിയെ നിലനിർത്തണമെങ്കിൽ നമ്മൾ വിശുദ്ധിയുള്ളവർ ആയിരിക്കണം, നീതിയുള്ളവർ ആയിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ഇത് നമ്മളുടെ തൂണുകളാണ്. ഇവയിൽ നാം തെറ്റിപ്പോയാൽ നമുക്കൊരിക്കലും ഭക്തി പാലിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. നാലാമത് നാം കണ്ടത്, ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. ജീവിതത്തിൽ സാക്ഷ്യമുണ്ടായിരിക്കണം. എൻ്റെ വാക്കുകളും എൻ്റെ വിശ്വാസവും എൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള സാമ്യമുണ്ടായിരിക്കണം. 2, അവൻ്റെ വചനത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കണം. അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അതാണ് നമ്മുടെ വിളി. സാക്ഷ്യം സഭയ്ക്കകത്തല്ല, സഭയ്ക്ക് പുറത്താണ്. ഇവിടെ സാക്ഷ്യം പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെയല്ല നമ്മുടെ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യം പുറത്താണ്. യേശുക്രിസ്തു കർത്താവ് എന്ന് ലോകത്തോടാണ് നാം പറയേണ്ടത്. ഇക്കാര്യത്തിൽ നാം വർദ്ധിച്ചു വന്നേ മതിയാകൂ. അതാണ് ഞാൻ പറഞ്ഞത്, കൊയ്ത്ത് കാലത്ത് കൈകെട്ടി കിടക്കുന്നവൻ ശീതകാലത്ത് ഇരക്കും കിട്ടില്ല. ഈ ദുരനുഭവം നമുക്കുണ്ടാകരുത് പ്രിയമുള്ളവരെ. ഇന്ന് കൊയ്ത്തിനുള്ള സമയമാണ്, ആത്മാക്കളെ നേടാനുള്ള സമയമാണ്. അത് ചെയ്യുക. മൂന്നാമത്, അതിൻ്റെ മധ്യേ നാം പോകുമ്പോൾ നമ്മൾ സൗമ്യത കാണിക്കേണ്ടി വരും. നമ്മൾ സൗമ്യരായിരിക്കണം. നാലാമത്, സഹിഷ്ണുതയുള്ളവരായി തീരണം. നമ്മളുടെ ജീവിതത്തിൽ സഹിക്കുവാനായി, അതിൻ്റെ മധ്യേ പിറുപിറുക്കാതെ സന്തോഷത്തോടെ അത് ചെയ്യുന്നവരായി തീരണം എന്നുള്ളത് നാം കാണുകയുണ്ടായി. ഇത് 5 തലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടു. ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. നമുക്ക് സാമൂഹ്യ തലത്തിൽ എങ്ങനെ നമ്മളുടെ ജീവിത സാക്ഷ്യം, വചന സാക്ഷ്യം, സൗമ്യത, സഹിഷ്ണുത എന്നിവ പാലിക്കാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച ഞാൻ 1 പത്രോസ് വായിച്ചുവോ എന്നെനിക്ക് ഓർമ്മയില്ല. 1 പത്രോസ് 2:11-12 ആ വാക്യം വായിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. പെട്ടെന്ന് വായിച്ചു കൊള്ളുക. ജീവിത സാക്ഷ്യം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ മധ്യേ ഞാൻ നല്ല നടപ്പുള്ളവൻ ആയിരിക്കണം. ജഡമോഹങ്ങളെ വിട്ട് നല്ല നടപ്പ് പാലിക്കണം. വിശ്വാസികൾക്ക് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇവിടെയാണ്. ലോകത്തിൻ്റെ മുമ്പാകെ മാതൃകാപത്രങ്ങളായിട്ട് തീരേണ്ട നാം പലപ്പോഴും തോൽവി അടയുന്നത് കാണാറുണ്ട്. നമ്മളുടെ ഇടപാടുകളിൽ സ്വാർത്ഥത. എന്താണ് ഈ സ്വാർത്ഥത? ദൈവം തന്ന സാധനങ്ങളുടെ പേരിലാണ് നമ്മൾ പലപ്പോഴും അവിശ്വാസികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വസ്തുക്കൾ, അതിർത്തി, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ. ആർക്ക് വേണം ഇതൊക്കെ? കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനിരിക്കുകയാണ്. ഞാനൊരു ഒരു ഉദാഹരണം അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ എനിക്ക് സമയമില്ല. എന്നാലും ഇവിടെ നിന്നും സകലവും വിറ്റുപെറുക്കി അമേരിക്കയിൽ പോയി സെറ്റിലാകാനിരിക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ പിണറായി വിജയൻ എന്തു പറഞ്ഞുവെന്നോ ശ്രീ നരേന്ദ്രമോദി എന്തു പറഞ്ഞുവെന്നോ വലിയ വിഷയമായിരിക്കുമോ? അവനതൊരു വിഷയമല്ല. അതെന്താ? അവന്റെ പൗരത്വം മാറാൻ പോവുകയാണ്. ഈ ഇന്ത്യയുമായിട്ടുള്ള അവന്റെ ബന്ധം അവൻ വിച്ഛേദിക്കാൻ പോവുകയാണ്. അവൻ ഒരു പക്ഷേ വറി ചെയ്യുന്നത്
ഡൊണാൾഡ് ട്രംപ് എന്താ പറയുന്നതെന്നായിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് എന്ത് പ്രസക്തിയാണ് നമുക്കുള്ളത്? മനുഷ്യർ നമ്മെ ആട്ടിയാൽ ആട്ടിക്കോട്ടെ, മനുഷ്യർ നമ്മെ നിന്ദിച്ചാൽ നിന്ദിച്ചോട്ടെ, മനുഷ്യർ നമ്മെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിൽ വേണ്ട, എന്താ വിഷയം? എൻ്റെ കർത്താവ് എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്നതായിരിക്കണം എൻ്റെ യഥാർത്ഥ വറി. സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളോട് എന്ത് പ്രതികരിക്കുന്നു എന്നുള്ളത് എന്ത് വിഷയമാണ് നമുക്ക്. എന്നാൽ പലപ്പോഴും നമ്മൾ ഇക്കാര്യത്തിൽ തട്ടിത്തടഞ്ഞ് വീഴുന്നവരാ. സാക്ഷ്യം നഷ്ടപ്പെടുത്തും നിസ്സാര കാര്യത്തിന് വേണ്ടി. ഞാൻ ഇന്ന് ആവർത്തന പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ വായിക്കുകയായിരുന്നു. നിന്റെ കൂട്ടുകാരൻ്റെ വയലിൽ കൂടെ പോകുമ്പോൾ നിനക്ക് മുന്തിരിത്തോട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പറിച്ച് തിന്നാം, തൃപ്തിയാകും വണ്ണം, അങ്ങനെയാണ് എഴുതിയിരിക്കുക, തൃപ്തിയാകും വണ്ണം നിനക്ക് തിന്നാം, എങ്കിലും പറിച്ച് പാത്രത്തിൽ ഇടരുത്. വയലിൽ കൂടെ കടക്കുമ്പോൾ കതിർ പറിച്ച് നിനക്ക് തിന്നാം, അരിവാൾ വെക്കരുത്, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഇതിപ്പം നമ്മളോടാണ് ഈ അയൽക്കാരൻ, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നെയ്ബർ എന്നാണ് കേട്ടോ, കൂട്ടുകാരൻ എന്നുള്ളത് ഫ്രണ്ട് എന്നല്ല, നെയ്ബർ എന്നാണ്. നമ്മുടെ നെയ്ബർ എങ്ങാനും എൻ്റെ പറമ്പിൽ കടന്നു വന്ന് ആ കായക്കോലെന്ന് ഒരു കഷ്ണം എങ്ങാനും എടുത്ത് തിന്നു കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക കർത്താവേ എന്ന് ഞാൻ ചിന്തിച്ചു. അവരോട് പറഞ്ഞ കാര്യമാണിത്. തൃപ്തിയാകും വണ്ണം തിന്നാം, കുഴപ്പമൊന്നുമില്ല എന്നാ കൂട്ടുകാരന്, നെയ്ബറിന്. നമ്മളാണെങ്കിൽ വിവരം പറയുമല്ലേ. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ വിശ്വാസം. ഞാൻ പറയാം, ഇത്രയൊക്കെയുള്ള നമ്മുടെ സാക്ഷ്യം. നമ്മുടെ കായക്കൊലയുമ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ നെയ്ബറാണേലും വേണ്ടില്ല, ആരാണെങ്കിലും വേണ്ടില്ല, നമ്മൾ 4 വാക്ക് പറയും. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ബോധർ ചെയ്യേണ്ട വിഷയം. മറിച്ച് ഞാനത് അവന് കൊടുക്കുകയും അവനെ അനുഗ്രഹിക്കുകയും കൂടെ ചെയ്ത് വിട്ടാൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായിരിക്കാൻ അനുഗ്രഹിപ്പിൻ, ശപിക്കരുത്. നമ്മൾ പലപ്പോഴും പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കുന്നത്. എന്താ പ്രത്യാശയില്ല? ഈ വരുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശയൊന്നും നമുക്ക് പലപ്പോഴും ഇല്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാ. ഈ നക്കാപ്പിച്ചകൾക്ക് വേണ്ടിയാ നമ്മുടെ യുദ്ധം മുഴുവനും. എന്തിനു വേണ്ടി? ഇതൊക്കെ നിലനിൽക്കാൻ പോകുന്ന കാര്യമാണോ? ഈ ഭൂമിയെ ദൈവം തീയ്ക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇത്രമാത്രം ഭാരം? അത് പോകട്ടെ. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പല ഭവനങ്ങളും അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് മാത്രമല്ല പ്രിയമുള്ളവരെ, ആ കൊച്ചു ഭവനങ്ങളെ പിഴുത് എറിഞ്ഞു കളയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അതിൻ്റെ വേദന. ഒരു ചെറിയ വീടാണ് ആകെ ഉള്ളത്. അത് അടച്ചുറപ്പുള്ളൊരു വീടായിരുന്നെങ്കിൽ അവർ പിഴുത് കളയുകയില്ല. അടച്ചുറപ്പില്ലാത്തതുകൊണ്ട് അത് വന്ന് പറിച്ച് എറിഞ്ഞു കളഞ്ഞിട്ട് പൊക്ക വിടുന്നു എന്ന് പറഞ്ഞു ആട്ടി വിടുകയാണ്. പക്ഷെ അതവർ സഹിക്കുന്നുണ്ട്. അവരുടെ പ്രതിഫലം നമ്മളെക്കാളും മികച്ചതായിരിക്കും. അതെന്താ? അവർ വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുകയാണ് കർത്താവിൻ്റെ നാമനിമിത്തം. നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടാകട്ടെ. സമൂഹത്തിൽ നമ്മുടെ സാക്ഷ്യം നാം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. റോമർ 1:16. ഈ ഒരു മേഖലയിൽ നമ്മൾ നന്നായി ഇമ്പ്രൂവ് ചെയ്യണം. അത് ഞാൻ പിന്നെയും പറയുകയാണ്. സമൂഹത്തിൽ നാം എന്ത് ചെയ്യുന്നതും സുവിശേഷ നിമിത്തമായിരിക്കണം. സുവിശേഷം ഒരാളോട് പറയുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എൻ്റെ നെയ്ബറുമായിട്ട് ഞാൻ ഇടപെടുമ്പോൾ എൻ്റെ ലക്ഷ്യം അവനോട് സുവിശേഷം അറിയിക്കണമെന്നുള്ളതായിരിക്കണം. അതിന് തടസ്സമായത് ഒന്നും എൻ്റെ വായിൽ നിന്ന് വന്നുകൂടാ. അവൻ അയോഗ്യമായി ഇടപെട്ടാലും ഞാൻ ഒരു അക്ഷരം മിണ്ടരുത്. അതെന്താ? എനിക്ക് അവനോട് സുവിശേഷം പറയണം, കർത്താവിനെ കുറിച്ച് അവനോട് പറയണം. ഇതായിരിക്കണം എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, അവൻ്റെ സാക്ഷികളായി തീരുവാൻ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ടൈറ്റസ് 3:2. സമൂഹത്തിൽ നമ്മൾ ആചരിക്കേണ്ട മറ്റൊരു കാര്യം, ദൂഷണം പറയരുത്. ഇന്നാരെ കുറിച്ച് അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്ത്. നോ, അത് ദൈവമക്കൾക്കോ ദൈവഭക്തന്മാർക്കോ യോഗ്യമായിട്ടുള്ള കാര്യമല്ല. അയൽക്കാരെ കുറിച്ചായിക്കോട്ടെ, വീട്ടുകാരെ കുറിച്ചായിക്കോട്ടെ, പരദൂഷണം പറയുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോ.
അത് പിശാചിൻ്റെ പണിയാണ്, നമുക്കുള്ളതല്ല. പിന്നെയോ കലഹിക്കരുത് ആരുമായിട്ടും. വളരെ ജാഗരൂകരായിട്ടിരിക്കണം കേട്ടോ. കാരണം നമ്മളെ പ്രതിയോഗി എപ്പോഴും തോണ്ടാനായിട്ട് നടക്കുകയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അവൻ അവസരം നോക്കി നിൽക്കുക നമ്മളെ ഒന്ന് വീഴ്ത്താനായിട്ട്. സൂക്ഷിക്കുക, കലഹിക്കരുത്. പിന്നെയോ ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത. നമ്മൾ കണ്ടു വിനയം, താഴ്മ. എന്താണ് താഴ്മ? ഞാൻ അപ്രധാനം ആണ്. എന്താണ് വിനയം? ഞാൻ ചെറിയവനാണ്. വിനയവും താഴ്മയും ഉണ്ടെങ്കിൽ സൗമ്യത ഉണ്ടാവും. ഇത് എണ്ണിയാൽ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പലപ്പോഴും ഈ തമിഴ്നാട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ അവരെപ്പോഴും സാർ എല്ലാവരെയും സാറെന്ന് വിളിക്കും. ഞാൻ നല്ലൊരു ഹാബിറ്റാണ് അവരുടെ. എപ്പോഴും ബഹുമാനത്തോടെ അവർ സംസാരിക്കില്ല. ഏറ്റവും ബഹുമാനം കേട്ട ജാതി മലയാളികളാണ്. നമ്മുടെ ഭാഷയിൽ നിന്ന് എല്ലാ ബഹുമാനം എടുത്തു കളഞ്ഞു. പട്ടിക്കും പൂച്ചയ്ക്കും വസ്തുവിനും ആൾക്കും എല്ലാം ഒറ്റ വെർബ്. നിങ്ങളത് ചിന്തിച്ചാൽ മനസ്സിലാവും. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. അവൾ പോയിട്ട് ആൾ, അവർ പോയിട്ട് ആർ, എല്ലാറ്റിനും ഒരു എൻഡിങ് വ്യത്യാസമുണ്ട് വെർബിൽ. ഇവിടെ വെർബിലെല്ലാം എടുത്തു കളഞ്ഞു. അവനും പോയി, അവളും പോയി, എല്ലാം പോയി. ഒരു ബഹുമാനം ഇല്ലാത്തവരായി മലയാളികൾ. നല്ലൊരു പങ്കും വർത്തമാനത്തിൽ. സ്വഭാവത്തിൽ അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ സ്വഭാവത്തിലും സംസാരത്തിലും ഭവ്യതയും മാന്യതയും എളിമയും നമ്മളിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആവശ്യം. പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അടുത്ത വാക്യം റോമർ 12:17 തൊട്ട് 18 വരെ. ഞാൻ അങ്ങനെ ചെയ്യും, അവൻ ഇങ്ങനെ ചെയ്തല്ലോ. നെവർ. ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് നമ്മുടെ വായിന്ന് വരണ്ട. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നാം തന്നെ പ്രതികാരം ചെയ്യരുത്. ദൈവത്തിന് വചനം പറയുന്നത് പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും. നമ്മൾക്കുള്ളതല്ല പ്രതികാരം. വല്ലവനും വല്ലതും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും. ഇതാണ് ആദ്യം വരിക നമ്മുടെ ഉള്ളിൽ. അത് പിശാച് കൊണ്ടുവരുന്ന ഈ പാവമാണ് അതിന് പ്രേരക ശക്തി. എന്തെങ്കിലും വല്ലവനും ചെയ്താൽ അന്ന് അവന് 2 ഇരട്ടി കൊടുക്കണം. ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പിശാചാണ്. കയ്യൂക്കുള്ളവൻ അത് ചെയ്യുകയും ചെയ്യും. ദൈവമക്കൾക്കുള്ളതല്ല, ദൈവഭക്തന്മാർക്കുള്ളതല്ല. അത് കർത്താവായ യേശു ക്രിസ്തു ശക്തിയിൽ ഒട്ടും കുറവുള്ളവനല്ല. പക്ഷേ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അതാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ്. അതാണ് ദൈവഭക്തി. കഷ്ടങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിൻ്റെ മധ്യേ തിരിച്ച് അടിക്കാൻ ഇടവരാതെ, നമ്മുടെ നാട്ടിൽ പറയും ഉരുളയ്ക്ക് ഉപ്പേരി, അത് വേണ്ട. സമാധാനം പാലിക്കാൻ അവിടെ ശ്രമിക്കുക. നിങ്ങളാലാവോളം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. അതായത് ചിലർക്ക് നമ്മൾ എത്ര സൗമ്യത കാണിച്ചാലും അവർ സമാധാനം ആചരിക്കില്ല. വിട്ടേക്ക് അവരെ. അവരോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വരാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളാലാവോളം നമ്മളതിന് ശ്രമിക്കുക. പ്രാർത്ഥനയോടുകൂടെ സഹകരിച്ച ഒരു നല്ലൊരു പങ്കും ഇക്കാര്യത്തിൽ വിജയം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ ചിലരുണ്ട് ഒട്ടും സമാധാനപ്രിയർ അല്ലാത്തവർ. അതിനോട് നമ്മളിപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ആവോളം എന്ന് പറഞ്ഞിരിക്കുന്നത്. ലെവിറ്റിക്കസ് 19:14, ലേവ്യ പുസ്തകം 19:14. മുപ്പത്തിരണ്ടും കൂടെ വായിച്ചു പോലെ. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളും നമ്മൾ പാലിച്ചിരിക്കണം. ചിലപ്പോഴൊക്കെ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സങ്കടം തോന്നും. എന്നിട്ടാണ് സീനിയർ സിറ്റിസൺസ് അല്ലേ, എന്താണ് അതിനുള്ള മലയാള പദം? ബസ്സിൽ എഴുതിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർ. അവിടെ ഇരിക്കുന്നവരും ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്. ഈ മുതിർന്ന പൗരന്മാരെന്ന് എഴുതിയിട്ട് അതിന് താഴെ ഇരിക്കുന്നവന്മാരൊന്നും ഒരു മുതിർച്ചയും ഇല്ലാത്തവർ തന്നെയാണ്. നല്ല യൗവനക്കാരൊക്കെ കയറി അവിടെ ഇരിക്കും. ഇനി പ്രായമുള്ള ഒരാൾ കയറിയാൽ ഒരു മര്യാദയും കാണിക്കില്ല, അവിടെ തന്നെ അവരിയ്ക്കും. ഇതാണ് ലോകം. നമ്മളങ്ങനെ ആയിരിക്കരുത്. മുതിർന്നവരെ നാം ബഹുമാനിക്കണം. നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കണം. ചെകിടനെ ശപിക്കരുത്.
കുരുടന്റെ മുമ്പാകെ ഇടർച്ച വെക്കരുത്. ദൈവം, എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഞാൻ യഹോവയാകുന്നു. ദൈവത്തെ ഭയപ്പെടണം, ഞാൻ യഹോവയാകുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്, നിനക്ക് ഉത്തരം പറയേണ്ടി വരും. എൻ്റെ പ്രിയമുള്ളവർ, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം. സകലവും വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തെ ഭയപ്പെടണം. പ്രായമായ ഒരു ബലഹീനരായിരിക്കാം, പക്ഷെ അവരുടെ ദൈവം ശക്തനാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ ആ വിഷയം അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നിയമത്തിൻ്റെ മുമ്പിലും ദൈവമക്കൾ ജീവിതത്തിലെ സാക്ഷ്യം പുലർത്തുന്നവർ ആയിരിക്കണം. ചില കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു പോവുകയാണ്, ഞാനത് വളരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിൻ്റെ മുമ്പിൽ നമ്മെ കുറ്റം പറയാൻ ഇടവരാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ വരുമാന നികുതി, ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടവരാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നാണ്. ചില നിയമങ്ങളൊക്കെ അതിനുണ്ട്. 5 ലക്ഷത്തിൽ കുറഞ്ഞുള്ള വരുമാനത്തിനൊന്നും ഇപ്പോൾ വേണ്ട. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 7 ആക്കിയോ ഇല്ല, 5 തന്നെയാണ്, ഇപ്പോൾ 5 ആണ്. പിന്നെ മറ്റ് ചില സ്ലാബുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം. വരുമാനം കൃത്യമായിട്ട് കാണിച്ച് കൊടുക്കേണ്ട നികുതിയൊക്കെ കൊടുക്കണം. സ്വതവേ വരുന്ന ഒരു സ്വഭാവമാണ് എങ്ങനെ പറ്റിക്കാം. ആരെ? ഗവൺമെൻറ്റിനെ. ഗവൺമെൻറ്റിനെ പറ്റിച്ച അത് ചോദ്യം ചെയ്യാൻ ഒരാൾ ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉന്നതനും മീതെ ഉന്നതനും അതിൻ്റെ മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. അങ്ങനെയാണ്. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടായി. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, ഉന്നതൻ്റെ മീതെ ഒരു അത്യുന്നതന് ഇരിക്കുന്നുണ്ട്. അത്യുന്നതൻ പിടിക്കും. ടാക്സ് പറ്റിക്കുന്നവരെ അത്യുന്നതൻ പിടിക്കും. ഉള്ള നിയമങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിയമങ്ങളോട് മത്സരിക്കുന്നവൻ ദൈവവ്യവസ്ഥയോടാണ് മത്സരിക്കുന്നത്. ടാക്സ് കൊടുക്കേണ്ടവൻ അങ്ങ് ടാക്സ് കൊടുത്തേക്കണം. അത്രയും കുറച്ച് മതി. നമ്മുടെ വീട്ടിൽ നിയമം അനുസരിച്ച് ജീവിക്കുക. ദൈവമക്കൾ ഇക്കാര്യത്തിൽ അയോഗ്യമായി കാണപ്പെടരുത്. നിങ്ങൾക്ക് അറിയാമല്ലോ, മരിച്ചുപോയൊരു ദേവദാസനാണ്, വളരെ പ്രശസ്തനായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. ടാക്സിൻ്റെ കേസിലാണ് തന്നെ പിടിച്ചത് അവസാനം. അതെന്താ അങ്ങനെ വന്നേ എന്ന് ചോദിച്ചാൽ, താനക്കാര്യത്തിൽ കൃത്യനിഷ്ഠ കാണിച്ചില്ല. ഇൻകം ടാക്സ് സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. മറ്റൊരു കാര്യമാണ് വസ്തു ആധാര നികുതി. ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമാണത്. ഒരു സാമൂഹ്യ തിന്മയാണ്. ആധാരം എഴുതുമ്പോൾ കൃത്യം തുക കാണിക്കാറില്ല. ഇതൊരു ഇൻഹെറന്റ് പ്രോബ്ലമാണ്. ഇത് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പാപമാണ്. അറിയാതെ തന്നെ നമ്മളും ഇക്കാര്യത്തിൽ പങ്കാളികളായി പോകുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉള്ളതൊക്കെ പറയും. അതെന്താണെന്ന് വെച്ചാൽ, പഠിപ്പിക്കുന്ന വിഷയം അങ്ങനെയാണ്. നമ്മൾ ടാക്സ് വസ്തു വാങ്ങുമ്പോൾ ഇതിൻ്റെ ടാക്സ് പേപ്പർ, അതായത് എന്താണ്, മുദ്രപത്രം വാങ്ങണം. മുദ്രപത്രം എത്ര തുകയായിരിക്കണം എന്ന് ചോദിച്ചാൽ, വസ്തു 10 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ 10% ടാക്സിന് ഉള്ള പേപ്പർ മേടിക്കണം. 10 അതിലധികം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏരിയ. 1 ലക്ഷത്തിൻ്റെ ടാക്സ് പേപ്പർ നമുക്ക് വേണം ശരിക്കും നികുതിയുടെ എഴുതാനായിട്ട്. എന്നിട്ട് അതിൽ എഴുതുന്ന തുക 10 ലക്ഷം തന്നെയായിരിക്കും. 1 ലക്ഷത്തിൻ്റെ ടാക്സ് പേപ്പർ ആണെങ്കിൽ 10 ലക്ഷം എഴുതാം. 10 ലക്ഷം നികുതി കൊടുക്കും. അപ്പം 1 ലക്ഷം എന്തിനാണ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്? ഇതാ സാധാരണ ആൾക്കാർ പറയാം, ഇതൊക്കെ വെറുതെ എന്തിനാണ് ഗവൺമെൻറ്റിന് കൊടുക്കണം, അല്ല പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ? ഇതാണ് അതിനുള്ള ന്യായം. ഞാൻ പറയട്ടെ, പാവപ്പെട്ടവർക്ക് ഇതും കൊണ്ട് അങ്ങോട്ട് പോകണ്ട. അതെന്താ? പാവപ്പെട്ടവരെ നോക്കാൻ ഒരു ദൈവം മേളിലുണ്ട്. അവൻ അനാഥന്മാരുടെയും വിധവമാരുടെയും അഗതികളുടെയും പിതാവാണ്. അവന് നോക്കാൻ അറിയാം. നിങ്ങളുടെ കള്ള പലിശ കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ പോകണ്ട. ദൈവത്തിന് അതിലൊരു പ്രസാദവും ഇല്ല. അങ്ങനെ ഒരു സഹായം ചെയ്യരുത്, ദയവ് ചെയ്ത്. ഈ പൈസ സാധാരണ സംഭവിക്കുന്നത് എന്താ അറിയോ? 2 ലക്ഷം എഴുതും, എന്നിട്ട് 20,000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കും. 80,000 പോക്കറ്റിൽ. ഞാൻ പറയാം, ഇത് അനീതിയുടെ കൂലി. അനീതിയുടെ കൂലിയാണത്. ബലയാമിൻ്റെ കൂലി. കർത്താവിനെ വിറ്റ കാശ്. യൂദ 30 വെള്ളിക്കാശിനാണ് വിറ്റത്. നമ്മൾ പലപ്പോഴും അതിലും കുറച്ച് കൂടുതലാണ് മേടിക്കാറ്. ഹൃദയത്തിൽ നോവ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ക്ഷമാപണം ചെയ്യണം നിങ്ങളോട്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എത്ര കാലം ഈ പാപം തുടരും?
10 ലക്ഷത്തിന് വിറ്റ പ്രോപ്പർട്ടി സ്റ്റാമ്പ് പേപ്പറിൽ എന്നിട്ട് എഴുതി വയ്ക്കുക എത്രയാണെന്നറിയാമോ? 2 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് സൈനും ഇട്ട് കൊടുക്കും. 8 ലക്ഷം ബ്ലാക്ക് മണിയായി. ഇതൊരു സാമൂഹ്യ തിന്മയാണ്. നമ്മുടെ ഇടയിൽ ഇത് ധാരാളമുണ്ട്. അങ്ങനെ വിൽക്കരുത് സ്ഥലം, അങ്ങനെ വാങ്ങുകയും അരുത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോഗ്യമല്ല. കാരണം ഈ പാപം എന്നും ചെയ്യേണ്ടി വരും. എന്നാൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം. ഞങ്ങൾ കുടുംബമായിട്ട് കറക്റ്റ് തുക കാണിച്ച് തന്നെ എഴുതുള്ളൂ. അതിൻ്റെ പേരിൽ കുറച്ച് കഷ്ടം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യം ഒരു സ്ഥലം ഞങ്ങൾ പാലക്കാട് മേടിച്ചപ്പോൾ 1.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു പ്രോപ്പർട്ടി എഴുതാൻ. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, അന്ന് 2.5 ലക്ഷം രൂപയേ ഉള്ളൂ വാങ്ങുന്നത്. പക്ഷെ അന്നത്തെ നിയമം അനുസരിച്ച് 2 ലക്ഷത്തിൽ കൂടുതൽ തുകയ്ക്ക് ഒരു വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ എവിടെ നിന്നാ സോഴ്സ് കിട്ടിയെന്ന് എഴുതണം. അന്ന് ഇത് 10-25 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇപ്പോൾ നിയമം മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 5 ലക്ഷമോ 10 ലക്ഷമോ വരെയൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 1.5 വർഷം എടുത്തു ആ മനുഷ്യനത് പ്രൂവ് ചെയ്യാൻ. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പൈസ കൊടുത്തു, വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കർത്താവ് അവസാനം അത് നടത്തി തന്നു. ഒരു വസ്തു പോലും ഞങ്ങൾ കുടുംബമായിട്ട് തുക കുറച്ചോ കൂട്ടിയോ എഴുതാറില്ല. ദൈവത്തോടുള്ള മനസാക്ഷി നിമിത്തം. ഞങ്ങൾക്ക് നഷ്ടമുണ്ട് അതിൻ്റെ പേരിൽ. എന്താ നഷ്ടം എന്ന് ചോദിച്ചാൽ, 10 ലക്ഷത്തിന് വാങ്ങുന്നതിന് ഞാൻ 1 ലക്ഷത്തിന് തന്നെ കൊടുക്കണം. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നമുണ്ട്. പക്ഷേ നീതിക്ക് വേണ്ടി നിലനിൽക്കണം. സാമൂഹ്യ തിന്മകളിൽ നമ്മൾ പങ്കാളികളാകരുത്. എന്നിട്ട് ദൈവസന്നിധിയിൽ പോയിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. നീതിക്ക് വേണ്ടി നിൽക്കേണ്ടവരാ നമ്മൾ. നീതി ചെയ്യണം. ഈ തിന്മയിൽ നിന്ന് ഒഴിവായി നിൽക്കണം. മറ്റൊരു തിന്മ, വാഹന നിയമങ്ങൾ. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും പെനാൽറ്റി അടയ്ക്കാൻ നടക്കേണ്ട ആവശ്യം ഇല്ല. നിയമങ്ങളെ പാലിക്കണം. ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞാൽ ഹെൽമെറ്റ് അങ്ങ് ഇട്ടുകൊള്ളണം. ചിലരുടെ ഹെൽമെറ്റ് ഇവിടെയാ ഇടാ എന്ന് വെച്ചാൽ ബ്രെയിൻ ഇവിടെ ആയിരിക്കുന്നത്. തലയിലല്ല, അവരുടെ ബ്രെയിൻ ഇവിടെയാ. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോണ കാണാം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മക്കൾ, ദൈവഭക്തന്മാർ നിയമം പാലിച്ചിരിക്കണം. അതെന്താ കാരണം? അങ്ങനെയാണ് ദൈവം. കർത്താവിൻ്റെ അടുക്കൽ ടാക്സിന്റെ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? മക്കള് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കൾ എന്നുള്ളതുകൊണ്ടാണ്. എങ്കിലും അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ പോയി ചൂണ്ടയിടുക. കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ ചതുർദ്രമ പണം കാണും. നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈ 2 ദ്വിദ്രമ പണം വാങ്ങുന്നവരെയാ വിട്ടത്. അപ്പോൾ 2 × 2 4 അതെടുത്ത് കൊടുത്തേരെ. കർത്താവ് പോലും ടാക്സ് കൊടുത്തിരുന്നു. പിന്നെ നമുക്ക് എന്താ കൊടുത്താൽ കുഴപ്പം? നമ്മുടെ മാതൃകാ പുരുഷൻ കർത്താവാണ്. കർത്താവിനെ അനുസരിക്കണം എന്നുള്ളത്. നിയമങ്ങളെല്ലാം അനുസരിക്കണം. ദാനിയേലിനെ എല്ലാ ടെസ്റ്റുകളും പാസ്സാക്കി. അവസാനം ഒന്നിലും പിടിക്കാൻ പറ്റിയില്ല. എന്താ കാരണം? നിയമം പാലിക്കുന്നവനാ. പിടിക്കാൻ പറ്റില്ല. അടുത്ത നിയമം കൈക്കൂലി. ആരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്നാലും പറയാ. കൈക്കൂലി കൊടുക്കുന്നതും പാപമാണ്, വാങ്ങുന്നതും ദൈവസന്നിധിയിൽ പാപമാണ്. സൂക്ഷിക്കുക. നിർബന്ധ ബുദ്ധിയൊന്നും കാണിക്കണ്ട. ഗവൺമെന്റ് ഓഫീസിൽ പോയ ചിലരൊക്കെ ഉണ്ട്, കിട്ടിയാൽ കൊള്ളാമെന്ന് താല്പര്യമുള്ളവരുണ്ട്. പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. എന്ത് കാര്യത്തിനും ഒരിക്കലും കൊടുക്കില്ല എന്ന് മനസ്സിൽ നിർണയം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. അതുകൊണ്ട് നാളെ കിട്ടേണ്ട കാര്യത്തിന് ഇന്ന് ഓഫീസിലേക്ക് ഓടി ചെല്ലരുത്. ദയവ് ചെയ്ത് നിന്നെ കൊണ്ട് അത് കൊടുപ്പിച്ച് പിശാച് വിടുകയുള്ളൂ. എന്നിട്ട് വന്നിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ദൈവസന്നിധിയിൽ അത് കുറ്റമാണ്. നിന്റെ മനസാക്ഷി അത് അനുവദിക്കരുത്. എനിക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ടെന്നാലും ഞാൻ കടക്കുന്നില്ല. എൻ്റെ അനുഭവങ്ങളുണ്ട്. കൈക്കൂലി ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ദൈവത്തിൻ്റെ മുമ്പാകെ എൻ്റെ മനസാക്ഷിക്ക് അത് ചേരുന്ന കാര്യമല്ല. അവസാനം അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങാതെ കാര്യം നടത്തി വിട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എൻ്റെ വാക്കിൻ്റെ നന്മ കൊണ്ടല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ട്. അവൻ്റെ സാക്ഷ്യത്തിൻ്റെ പേരിൽ കർത്താവ് അത് ചെയ്യും. പക്ഷേ കൊടുക്കില്ല എന്ന് ഞാൻ തീരുമാനിക്കണം. എങ്കിലേ കർത്താവ് പ്രവർത്തിക്കൂ. കൈക്കൂലി. പിന്നെ കരം. ഇപ്പോൾ കരത്തിൻ്റെ പ്രശ്നം കാര്യമായിട്ടില്ല. ചുങ്കം എന്ന് പറയുന്നതാണ്. ഈ കരം അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് കൊടുക്കുന്ന പൈസയാണ്. അത് ഇന്ന് വലിയ സാരമായ പ്രശ്നമല്ല. പക്ഷെ പണ്ട് ഗൾഫിലുള്ളവർക്ക് ഇതൊരു നിരന്തര തലവേദനയായിരുന്നു. അന്നും ഇതൊന്നും കൊടുക്കാതെയാണ് ഞങ്ങൾ നടന്നിട്ടുള്ളത്. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില സമയത്ത്. കാരണം അന്ന് കസ്റ്റംസുകാരുടെ സ്വഭാവം അറിയാമല്ലോ, ഇഷ്ടം പോലെ മേടിക്കുന്നവരാണ്. അനേക കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഇതൊന്നും നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല.
ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 17 അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇത് നമ്മളിപ്പോൾ ചിന്തിച്ചത് അത് വായിക്കണമെന്നില്ല, അത് വിട്ടേരെ. റോമർ 13-ന്റെ 5 തൊട്ട് 7 വരെ. റോമർ 13-ന്റെ 5 തൊട്ട് 7 വരെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ ദൈവം കൊടുക്കുന്നു. അവർ ദൈവപുരുഷന്മാർ ആ കാര്യം തന്നെ നോക്കുന്നവരാകും. എല്ലാവർക്കും കടമായുള്ളത് കൊടുക്കുക. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുമ കൊടുക്കേണ്ടവന് ചുമ, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ദൈവകൽപ്പനയാണ്. ഞാനതുകൊണ്ട് അതിനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കടമായിട്ടുള്ളതെല്ലാം നമ്മൾ കൊടുക്കണം. റോമർ 13:13 വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്ര ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരി പനിച്ചിരിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ലൂക്കോസ് 21:12 തൊട്ട് 15 വരെയും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും. ആകയാൽ പ്രതിവാദിമാർ മുൻകൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സ് ഉറച്ചു കൊടുക്കും. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർപ്പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. അതെ, ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പല സാക്ഷ്യങ്ങളും ഞാൻ വായിച്ചിട്ടുള്ളത്, ജയിലുകളിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ ചിലരൊക്കെ വളരെ നിരാശയിലായിരിക്കും ആദ്യം. പക്ഷെ അവർ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് അവിടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് തുടങ്ങും. കാര്യങ്ങൾ മാറും. കർത്താവിൻ്റെ സാക്ഷ്യം, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകും, പക്ഷെ അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരം ആകും. മറക്കാതെ ഈ വചനം സൂക്ഷിച്ചുകൊള്ളുക. ഇനിയുള്ള കാലം കഷ്ടതകൾ വരും കർത്താവിൻ്റെ സുവിശേഷം നിമിത്തം. പക്ഷേ അത് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? കർത്താവിൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. സഹിഷ്ണുത അവിടെ നമ്മൾ കാണിക്കണം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുവാനായിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. ഞാനിവിടെ നിർത്തുകയാണ്. കഴിഞ്ഞ 31 ക്ലാസ്സുകൾ ഈ രീതിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഇരുപ്പാനും വചനം ധ്യാനിപ്പാനും ഇടയാക്കി ദൈവം ഇതിന് അവസരം ഒരുക്കി തന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദി. വിശേഷാൽ പ്രിയ ടിമി സോഹനാണ് എന്നെ വിളിച്ചത്. അതുപോലെ ഡോക്ടർ എന്നെ കോൺടാക്ട് ചെയ്തു. സഭയുള്ള മൂപ്പന്മാർ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തു. അനേക ദൈവമക്കൾക്ക് ഇത് കാണുവാൻ, നേരിട്ട് വന്ന് പങ്കെടുക്കുവാനും അതുപോലെ വീഡിയോ കാണുവാനൊക്കെ ഇടയായി. പ്രിയ വിപിൻ അതിൻ്റെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. പ്രത്യേകം നന്ദിയുണ്ട്. അതുപോലെ വചനം വായിച്ച് സഹായിച്ച പ്രിയമകനായിട്ട് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 31 ആഴ്ചകൾ ശാരീരികമായ പല പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും ദൈവം കൃപ തന്നു. ഇത്രത്തോളം നന്നായിട്ട് അത് ചെയ്യുവാനിടയായി. നന്നായി ചെയ്തു എന്ന് ഞാൻ പറയുമ്പോൾ കർത്താവാണ് അതിന് മാർക്കിടേണ്ടത്, ഞാനല്ല. നമുക്ക് ഈ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യേണ്ടതിനായി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഞാനതിന് ശേഷം ഇരിക്കുമ്പോൾ മറ്റുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും നടത്തും. ഒരു നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സലിവുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ പ്രിയപുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളെ എത്ര സ്നേഹിക്കുന്നു എന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ഈ നാളുകളിൽ ഓർക്കുകയായിരുന്നു. നരകത്തിൽ പോകേണ്ട ഞങ്ങളെ അങ്ങയുടെ പുത്രനെ അയച്ച് അങ്ങ് വീണ്ടെടുത്തു. മാത്രമല്ല, അങ്ങയുടെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ഞങ്ങളെ അങ്ങ് നിയമിച്ചു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് മോചിച്ചു തന്നു. ഞങ്ങളിൽ അങ്ങയുടെ പുത്രൻ്റെ ദിവ്യ സ്വഭാവത്തെ അങ്ങ് പകരുവാൻ വേണ്ടി സ്വപുത്രൻ്റെ ആത്മാവിനെയും ഞങ്ങൾക്ക് തന്നു. കർത്താവേ, എന്ന് ഞങ്ങൾ അങ്ങയോടുള്ള ഭക്തിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങയുടെ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ 31 ആഴ്ചകളിൽ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിച്ചു. അങ്ങയുടെ ദിവ്യ സ്വഭാവങ്ങൾ കർത്താവെ ഞങ്ങൾ ഓർക്കുകയുണ്ടായി. നെല്ലിക്കുന്ന് സിയോൻ അസംബ്ലിയിലുള്ള എല്ലാ അങ്ങയുടെ മക്കൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം.
അത് കേൾക്കുവാൻ, പഠിക്കുവാൻ കർത്താവ് നൽകിയ എല്ലാ സമയത്തിനായിട്ടും മനസ്സിനായിട്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുവാൻ, അങ്ങയുടെ പുത്രൻ്റെ ആ ഇമേജ്, സ്വരൂപം ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ, ഭക്തരായിട്ട് ജീവിക്കുവാൻ, ഞങ്ങളെ നോക്കി ആരും ഒരു കുറ്റവും പറയുവാൻ ഇടവരാതെ, കർത്താവ് ഞങ്ങളെ നോക്കി എൻ്റെ ഭക്തൻ എന്ന് പറയുന്നതിൽ ലജ്ജിക്കാതിരിപ്പാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനാശീലമുള്ളവരായിരിക്കാൻ, വചനം നന്നായി പഠിക്കുന്നവരായിരിക്കാൻ, വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായി ജീവിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പങ്കാളികളായിരിക്കുവാൻ, അങ്ങയെപ്പോലെ ഔദാര്യം കാണിക്കുവാൻ, ദൈവമേ അങ്ങയുടെ സേവന മനസ്ഥിതി ഞങ്ങൾക്കുണ്ടാകുവാൻ, അങ്ങയെപ്പോലെ വിശുദ്ധരായിരിക്കുവാൻ, അങ്ങയെപ്പോലെ നീതിയുള്ളവരായിരിക്കുവാൻ, അങ്ങയെപ്പോലെ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഞങ്ങളുടെ പ്രവൃത്തികളും തമ്മിൽ യഥാർത്ഥ തുലനം ഉണ്ടായിരിക്കാൻ ഇടയാക്കണമേ. വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ ഏറ്റവും സൗമ്യരായി ലോകത്തിന് മുൻപാകെ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സഹിഷ്ണുത ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. രീതിയിൽ അങ്ങയുടെ ദിവ്യ സ്വഭാവങ്ങളെ ഒപ്പിയെടുത്ത് മാതൃകാപരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ ദൈവജനത്തെ, ഈ സഭയെ കർത്താവ് സഹായിക്കണമേ, അടികളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് തന്ന ഈ കൂട്ടായ്മയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. സർവ്വമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സകല പ്രാർത്ഥനകളും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായിരിക്കയാൽ ദയ തോന്നി സ്വീകരിക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ.